ഇന്ന് എല്ലാവരോടും ഒന്ന് പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആള് വന്ന് പ്രമാണിച്ച് എല്ലാവരോടും ഒന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പോയി ഇരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നാലും ഒരു ഡ്രൈവൊക്കെ ഇല്ലാണ്ട് എന്ത് രസം. അപ്പോൾ നമ്മളൊരു 10-70 കിലോമീറ്റർ ദൂരമുള്ള ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ വന്നത്. ഇതാണ് പ്രിൻസി, ആളൊരു ഡോക്ടറാണ്. ആളാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. നമ്മളിവിടെ എത്തി ഫുഡൊക്കെ ഓർഡർ ആക്കി കഴിക്കുന്ന ധൃതിയിലായിരുന്നു. കുട്ടികൾ രണ്ടാളെന്താ വെള്ളം കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കളിക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങി. നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. കുട്ടികളുടെ അരപ്പൊക്കം വരെ വെള്ളമുള്ളൂ. താഴെയാണെങ്കിലും പിപ്പിൾസ് ഒക്കെ നിറഞ്ഞിട്ട് നല്ല സേഫ് ആയിട്ട് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിള്ളേർ അവരുടെ എൻജോയ്മെന്റിലും ആയിരുന്നു. ഇടയ്ക്ക് പിള്ളേർക്ക് കമ്പനി കൊടുക്കാനെന്ന് പറഞ്ഞ് ഞാനും അബി അവിടെ വന്നിരുന്നെങ്കിലും പിള്ളേർക്ക് നമ്മുടെ കമ്പനിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വർത്താനം പറഞ്ഞിരുന്നു. നല്ല സ്പോട്ടായിരുന്നു. പിന്നെ കുട്ടികൾ കളിച്ചൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് അപ്പോഴേക്കും സൺസെറ്റായി. പിന്നെ നമ്മൾ മെല്ലെ അവിടുന്ന് തിരിച്ചു പോന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല. നമ്മൾ തിരിച്ച് വീട്ടിലേക്കല്ല പോകുന്നത്. ഈ റിസോർട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ നാംസായിൽ ഒരു ഗോൾഡൻ പഗോഡയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഗോൾഡൻ പഗോഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബുദ്ധിസ്റ്റ് റിലീജിയസ് സ്ട്രക്ചറാണ് കേട്ടോ. ബുദ്ധിസ്റ്റ് ഒരു ടെമ്പിൾ എന്ന് പറയാം. നല്ല കാമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പം നമ്മൾ യൂഷ്വലി സമയം കിട്ടുകയാണെങ്കിൽ അല്പസമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു ഡ്രൈവൊക്കെ ചെയ്ത് ഇവിടെ വന്ന് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന പോലെ തോന്നും. പക്ഷേ ഇന്നത്തെ വിസിറ്റിൻ്റെ കാരണം പ്രിൻസി ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ, അതുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മൾ പഗോഡയൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ തന്നെ ഒരു കഫേ ഉണ്ട്. അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി.